അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്താണ്? കുഷ്ഠരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, ആർക്കും മനസ്സില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്, നീ ജീവിക്കുക എന്ന് പറയും. അതുപോലൊരു സംഭവമാണ് യോഹന്നാൻ 5:6. അവൻ പറഞ്ഞു കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 5:5. യോഹന്നാൻ 5:5-6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായ തലവാദ രോഗി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുന്നത് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്? കാലഹരണപ്പെട്ടു പോയ ആളാ, കണ്ടം ചെയ്ത ആളാ. വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു മുള, പ്രത്യാശയുടെ മുള കിളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു. ബന്ധുക്കളൊക്കെ, ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ്, ബൈസ്റ്റാൻഡറായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക്. ഇയാളെ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകിൽ പറന്നു പോയതാ. നമ്മ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താണ്? നമുക്ക് ബോധം പോയാൽ അവർക്ക് പോകണമല്ലോ. അപ്പം നമ്മളറിയത്തില്ല. അതാണ് വിഷയം. അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കണം ഒരു ചോദ്യം, ഇതൊക്കെയാണ് നിൻ്റെ അവസ്ഥയെന്ന് വിചാരിച്ചോ? നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പറയണ്ട്, എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്തനാണ്. നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ലെന്ന് പറയരുത്. അഥവാ പറയണമെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം. അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട്. നീ ഒരു ഓർഫണാകാം, പക്ഷെ നിനക്ക് ഞാനുണ്ട്. ആരും ഓർഫണാകരുത്, ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു. പിതാവത് മഹത്വപൂർണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ്. ആ ഒരു ബോധം നിനക്കുണ്ട്. വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസ്നാന പുസ്തകത്തിലുണ്ട്. വിശ്വാസം നിനക്ക് എന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസ്നാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും. പറയും, വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു. അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും, നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും, വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരും. ക്രിസ്തുവില്ലെങ്കിൽ നിത്യജീവൻ കൊണ്ട് എന്ത് പ്രയോജനം? വിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ
എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കി ഉയർത്തി ഇവിടെ നിർത്തിയതിന് അമ്മ മാതാവിനും യേശുവപ്പയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ വരുന്നത് ചമ്പക്കുളം അമിച്ചേരി എന്നാണ്. ഞാൻ കൃപാസനം അറിഞ്ഞ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്ന ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ആകെ ഉഴപ്പായി, ഭയങ്കര കടമായി, ആകെ ഒരു ബുദ്ധിമുട്ടിൽ, ടെൻഷനായി, പലിശയ്ക്കും ബാങ്ക് ലോണും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര കടത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ഉറക്കമില്ലായ്മ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണ്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കൃപാസനത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ കൃപാസനത്തിലെ പത്രം കിട്ടി. അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം അത് എൻ്റെ ഇത് ഞാനിനി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ നശിച്ചു പോകും, എനിക്ക് മെൻറ്റാലിറ്റിയൊക്കെ മാറി തുടങ്ങി, വേറെയൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ ഒരു കൃപാസനം പത്രം കിട്ടി. അമ്മ അതെൻ്റെ തലേണയുടെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാനിങ്ങനെ കിടന്നപ്പോൾ എന്തോ തലയെ മുട്ടി ഞാൻ ആ പത്രം എടുത്ത് എൻ്റെ സൈഡ് ടേബിളുണ്ട് അവിടെ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ അതെടുത്ത് ബെഡ്ഷീറ്റിനടിയിൽ കയറ്റി വെച്ചു. അപ്പോൾ അതും ഞാനിങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പത്രം ഇരിക്കുന്നു, അത് ഞാൻ വീണ്ടും എടുത്ത് സൈഡ് ടേബിളിനടുത്ത് വെച്ചു. മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കമില്ല, കാരണം ടെൻഷനും കാര്യങ്ങളും. എനിക്ക് രാത്രിയായിരുന്നു കൂടുതൽ ഇഷ്ടം, കാരണം പകൽ ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം പിറ്റേ ദിവസം ഈ കടവടയ്ക്കാനോ ആരെങ്കിലും വന്ന് ചോദിക്കുന്നു, ശല്യവും ആൾക്കാരെ കാണുന്ന ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ മാനസികമായി തകർന്നിരിക്കുന്ന സമയമായിരുന്നു. അന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഈ ഫാനിൻ്റെ സൗണ്ടും ഇതുമെല്ലാം നന്മ നിറഞ്ഞ മറിയുമ്പോൾ അങ്ങനെ ഒരു പ്രെയർ പോലെ ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ആ പ്രെയറൊന്നും എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ചർച്ചിലെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് അറിയാം, മീൻസ് കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെ കേട്ട് പരിചയം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ ഉറക്കമേ വരുന്നില്ല, ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥനയുടെ പോലെ. അപ്പോൾ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഞാൻ ഈ പത്രം എടുത്ത് ഞാൻ സ്വന്തമായിട്ട് തലയണക്കടി കയറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പരിചയമൊന്നുമില്ല. ഇവിടെ ചോദിച്ചപ്പോൾ ഉടമ്പടി എടുക്കണം, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് തിരക്കൊന്നും അധികം ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ ഈ ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ കുറേ ജോലി നോക്കി. ഞാൻ പണ്ട് ഗൾഫിലുണ്ടായിരുന്നു, അവിടെ അന്വേഷിച്ചു. പിന്നെ പുറത്ത് മീൻസ് ഇവിടെ നാട്ടിൽ അന്വേഷിച്ചു. കുറേ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫ് പറ്റാവുന്ന രീതിയിലെല്ലാം ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് അടയ്ക്കാമല്ലോ എന്നുള്ള രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടി. ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജോലി കിട്ടി എറണാകുളത്ത്. പക്ഷേ ഞാൻ ഉടമ്പടി അത്ര എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു, പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അമ്മ പക്ഷേ ഈ ഉടമ്പടി പുസ്തകം വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് റെഗുലറായിട്ട് അമ്മ പ്രാർത്ഥിക്കും. ഞാൻ ആ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങും. എന്നിട്ട് അമ്മ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തൈലം വെച്ച് എന്നെ കുരിശ് വരച്ചിട്ടൊക്കെ പോകും. ഞാൻ കിടന്ന് ഉറങ്ങും. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ജോലി കിട്ടി എറണാകുളത്ത്. അപ്പോൾ എറണാകുളത്ത് എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകണേ. അന്നപ്പോൾ ഇവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകണേ. പക്ഷേ എന്നാലും എനിക്കറിയാം ഞാൻ ഉഴപ്പായിരുന്നു, അത്ര പോരാ എന്നുള്ളത്. അപ്പോഴേക്കും ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ജോലി നഷ്ടമായി. അവരെന്നോട് പറഞ്ഞ റീസൺ ഇത് തന്നെ, നീ അത്ര പോരാ എന്നുള്ളത്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ അത് വേറെ എന്തോ ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ഈ എൻ്റെ മനസ്സിൽ തോന്നിയ സെയിം റീസൺ അവരും പറഞ്ഞു. ആ ജോലിയിൽ നിന്ന് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചാളോടെ അങ്ങനെ പോയി. ഒരു 1.5 മാസം കൂടെ പകുതിയോളം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഉടമ്പടി പുതുക്കാറായി. അപ്പോഴത്തേക്കും ഞാൻ വന്ന് വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരുവല്ലയിൽ ഒരു ജോലി കിട്ടി. അത് ഞാൻ പറഞ്ഞ ശമ്പളത്തിന് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അന്നപ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പൽ കയറി ഡെയിലി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നപ്പോഴത്തേക്കും അവിടെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഉടമ്പടി എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, പത്രം കൊടുക്കുന്ന കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ കുറച്ചുകൂടെ ഒരു അറിവായി. അതുപോലൊക്കെ ഞാൻ പയ്യെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പഴയ കമ്പനി ഗൾഫിൽ നിന്നൊരു വേക്കൻസി വന്നു. അവിടെയൊക്കെ ഞാൻ പണ്ട് നേരത്തെ വിളിച്ച് കുറേ അന്വേഷിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി വന്നു. അവരൊരു 3 മാസം ടൈം എടുത്തു. ആ സമയത്ത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ജോലി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഗൾഫിലേക്ക് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ കുരിശ് വരച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. ഗൾഫിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫിലോട്ട് പോകാൻ അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥനയിലായിരുന്നു. സെക്കൻഡ് ഉടമ്പടി പുതുക്കി ആ സമയത്ത് നിൽക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ ഗൾഫിൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ കടങ്ങളൊക്കെ കുറച്ച് വീട്ടാൻ സാധിച്ചു. അപ്പോഴേക്കും എനിക്കൊരു ജപ്തി നോട്ടീസ് പോലൊരു നോട്ടീസ് വന്നു. അപ്പോൾ 2 ലാക്ക് എന്തോ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ ലോണിൻ്റെ ഫുൾ എമൗണ്ട് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യത്തോളം എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ 2 ലാക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു ജപ്തി നോട്ടീസ് വന്നു. അപ്പോൾ ഒരു രക്ഷയില്ല. ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാ മാസവും എൻ്റെ കിട്ടുന്ന പൈസ ലോണിലോ അതിലൊക്കെ അടച്ചു പോകുന്നതുകൊണ്ട് ഒരു സേവിങ്സ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിനോട് ചോദിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു,
അപ്പോൾ ഗൾഫിൽ ഓൾറെഡി ഞാൻ എല്ലാവരോടും ഇവിടെ കൃപാസനത്തിൽ വരുന്ന കാര്യവും ഇവിടുത്തെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വരുന്ന ആണെന്നൊക്കെ. അന്നപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ എനിക്ക് പൈസ തന്നു, ഒരു 2 ലക്ഷം രൂപ. ഒറ്റ ചോദ്യം പെട്ടെന്ന് തന്നു. അപ്പോഴേക്കും അവൻ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നീ പറയുമായിരിക്കും ചിലപ്പോൾ അമ്മ മാതാവിൻ്റെ കെയർ ഓഫ് കിട്ടിയതായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നാക്കാന്ന് പറഞ്ഞാൽ അവൻ തന്നു. അങ്ങനെ അത് സെറ്റിൽ ചെയ്തു. അപ്പോഴേക്കും ഞാൻ പിന്നെ അവിടെ തന്നെ ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഇവിടെ എന്താ പറയുക അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് മാറി, ഞാൻ പേറോൾ സെക്ഷനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറി, ഞാൻ അക്കൗണ്ട്സാണ്, അപ്പോൾ പേറോൾ സെക്ഷനിലായതുകൊണ്ട് അവിടുന്ന് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ മാറാൻ വേണ്ടിയിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതി കിട്ടണമെന്നുള്ള രീതിയിൽ എഴുതിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അന്നപ്പം അങ്ങനെ എഴുതിയിട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് ജോലിയും കിട്ടി. സെക്കൻഡ് ജോലി ഇപ്പോൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പൈസ ഞാൻ എല്ലാ പ്രാവശ്യവും ലോണിലോട്ട് അടച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് സേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ പൈസ മറിക്കാനായിട്ട് എനിക്കൊരു ടൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഉടമ്പടി തീരുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടി, പുതിയ ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ സെറ്റിൽമെൻറ്റ് വെച്ച് ഇവൻ്റെ ഇതും സോൾവ് ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ ഫെബ്രുവരി 3 2 വൈകിട്ട് പുതിയ ജോലിക്ക് വേണ്ടി ഒമാനിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ക്രിയാറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് മെഡിക്കൽ, നമുക്ക് ക്രിയാറ്റിനൊക്കെ കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അറിയാം, ക്രിയാറ്റിനും ഷുഗറൊക്കെ ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മെഡിക്കലിനൊക്കെ ഇഷ്യൂ ആവും. അപ്പം അതും ഞാൻ പ്രാർത്ഥനയിലൂടെ, അപ്പോൾ വേറെ മെഡിസിനോ ഒന്നും കഴിക്കാതെ ഞാൻ ആ ഉപ്പും തൈലവും മറ്റേ തേനും മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ വെച്ച് മെഡിക്കൽ എടുത്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ എടുത്തു ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു അങ്ങനെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ല ക്രിയാറ്റിൻ ഇങ്ങനെ അനാവശ്യമായിട്ട് കൂടേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തു. അതും ഞാൻ ഇവിടെ വന്ന് മറ്റേ ഉടമ്പടി എടുത്തതിന് ശേഷം, അപ്പോൾ അവിടുത്തെ ഉടമ്പടി തീർന്നു. ഇവിടെ വന്ന് പുതിയ ഉടമ്പടി ഇവിടെ നേരിട്ട് വന്ന് എടുത്തതിന് ശേഷമേ ഞാൻ ചെക്കിങ്ങിന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടെ വന്ന് ഉടമ്പടി 3 ദിവസം മുന്നേ ഉടമ്പടി എടുത്ത് പുതുക്കി. എന്നിട്ട് ടെസ്റ്റിന് പോയി, എല്ലാം നോർമലാണ്, കുഴപ്പമില്ല. മെഡിക്കലും എല്ലാം ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും സുഖമായി. 2 ഈവനിങ് ഞാൻ വീണ്ടും തിരിച്ച് ഗൾഫിന് പോവാണ്. അന്നപ്പം ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് സുഗന്ധാഭിഷേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് എല്ലാവരും പറയും മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. എനിക്ക് വന്നിട്ടുള്ളത് ഒരു പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ആ സ്മെല്ല് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാവശ്യം ഇവിടുന്ന് ചങ്ങനാശ്ശേരി ജോലിക്ക് പോകുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയോട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുരിശയുടെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വെച്ചേക്കുന്നു മറ്റേ നമ്മുടെ റോസാപ്പൂ, ഒരു ഡാർക്ക് റോസാപ്പൂ. അപ്പോൾ ഞാനതങ്ങനെ സ്മെല്ല് ആരോ കൊണ്ടുവച്ചതാണ്. സ്മെല്ല് നോക്കി സെയിം സ്മെല്ലാണ് എനിക്ക് അവിടെ കിട്ടിയത്. അപ്പം എല്ലാവരും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് പറഞ്ഞ് എനിക്ക് പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തിരുവല്ല ജോലി ഉണ്ടായ സമയത്ത് ഇവിടെ നിന്ന് മങ്കമ്മിയിൽ നിന്ന് അങ്ങോട്ട് പോണ വഴിക്ക് എപ്പോഴും ഇങ്ങനെ നാഥ വരണമേ എന്നുള്ള പ്രാർത്ഥന ചുമ്മാ ഇങ്ങനെ പാടിക്കൊണ്ട്, അത് മാത്രം ആ 2 ലൈൻ മാത്രം പാടിക്കൊണ്ട് പോകും. അങ്ങനെ പാടിക്കൊണ്ട് പോയ സമയത്ത് ഒരു പ്രാവശ്യം വഴി വെച്ച് ഒരാൾ എന്നെ കൈ കാണിച്ചു, ഒരു 25-30 വയസ്സുള്ളൊരു പുള്ളി. അപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചപ്പോഴത്തേക്കും അന്ന് ഹെൽമെറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാലം. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തവരെ അങ്ങനെ വണ്ടിയെ കയറ്റാറില്ല, കാരണം ചെക്കിങ് ഉണ്ട് പ്രശ്നം. അപ്പോൾ പുള്ളിയുടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വണ്ടിയെ കയറ്റിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയുള്ള സമയം, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നു. അപ്പോൾ അവനവിടെ നിർത്തിയേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പുള്ളി ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിർത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ ബാഗിനകത്ത് കരുതിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ കോട്ടിട്ടു പുള്ളി പറഞ്ഞു ഞാനും പുറകെ കയറിക്കോട്ടെ, ഞാനും കൂടെ വന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, പക്ഷെ നനയുമോ, ചെറിയ മഴയേ ഉള്ളൂ, അങ്ങനെ വലിയ മഴയില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പുറകെ ഇരുന്നോളാം. അന്നപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ പുറകെ കയറി. അപ്പോൾ എൻ്റെ ബുള്ളറ്റിൻ്റെ റൈറ്റ് സൈഡിലെ മറ്റേ ഫുഡ് റെസ്റ്റിങ്ങിന് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളിയുടെ കാല് പൊള്ളുന്നുണ്ടോ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ പുള്ളി ഇങ്ങനെ ഒതുങ്ങി പയ്യെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു വെയ്റ്റ്ലെസ്, വണ്ടിയിൽ ഒരാൾ കയറിയ പോലൊരു ഫീൽ തോന്നില്ല, വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. അന്നപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ മനസ്സിന് തോന്നുന്നു നീ ഇപ്പോൾ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ, അപ്പോൾ ഇയാൾ ചങ്ങനാശ്ശേരിയില്ല, ഞാൻ തിരുവല്ലയ്ക്ക് അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിയണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കണ്ടില്ലെങ്കിൽ നിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇത് ഒരു ദൈവപുത്രനാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ ചിന്തിക്കുക. പക്ഷേ ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ ഇയാൾ എൻ്റെ പുറയിലില്ല. ഞാൻ കുറേ ദൂരം, ഞാൻ പെട്ടെന്ന് വിറച്ചു, ഭയങ്കര ഇതായി. ഞാൻ കുറേ ദൂരം പുറകോട്ട് വണ്ടി ഓടിച്ചു വന്നു, കാരണം എങ്ങാനും വഴി വല്ലതും വീണാണോ, അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സുഗന്ധാഭിഷേകം ഞാനിവിടെ ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരുന്നതിന് മുന്നേ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറങ്ങി, വെളുപ്പിനെ ഒരു 5 മണിയും കണ്ടായപ്പോഴത്തേക്കും ഈ സെയിം സുഖം, അത് ഉറക്കത്തിലാണ്, ഈ സ്മെല്ല് കറക്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കിട്ടുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ ഉണർന്നല്ല, ഉറക്കത്തിൽ തന്നെ എൻ്റെ കയ്യിൽ ഒരു ലേഡി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സുണ്ട്, അവർക്കും സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ ഇവർ പിടിച്ച്, അപ്പോൾ ഞാനവിടെ ഒരു മാതാവിൻ്റെയും യേശുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് തിരുവോസ്തിയിൽ ഇങ്ങനെ യേശുവിൻ്റെ ഒരു റിയൽ ഫേസ് പോലെ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാമായിരിക്കും, റിയൽ ഫേസ് ഓഫ് ജീസസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ രൂപം, അത് ആ ഫേസ് മാത്രം എനിക്കിങ്ങനെ
അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ലേഡി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പക്ഷേ കിടന്നപ്പോഴത്താണ് ഞാനത്തെ എന്നെ വിളിച്ച് കാണിച്ച ഒരു ലേഡിയുടെ കൈ ഞാൻ കണ്ടു. അപ്പോൾ അത് അമ്മമാതാവായിരിക്കും, കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിന് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുളിച്ച് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ അന്യമതസ്ഥരാണ്, പക്ഷേ എന്നാലും കുരിശൊക്കെ വരച്ചിട്ട് അവരുടെ രോഗസൗഖ്യം മാറിയിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് കുറേ പേർക്ക് ജോലി പോകാൻ പോയ കേസുകൾ മാറിപ്പോയ കേസും അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ എൻ്റെ ഈ അസുഖത്തിൻ്റെ കേസിലെല്ലാം വന്നപ്പോഴേക്ക് ഞാൻ ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം അവരോട് പറഞ്ഞു കിഡ്നിയുടെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കും, അത് കാരണം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതാവും. പക്ഷേ അന്നപ്പോഴൊക്കെ ഞാൻ ഉപ്പും കഴിക്കരുതെന്നാ, എങ്ങനെയെങ്കിലും ക്രിയാറ്റിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ സോൾട്ടൊന്നും ഉപയോഗിക്കരുത്. പക്ഷേ ഞാൻ ഉപ്പും ഈ തൈലവും ഇത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും എന്നെ എന്താ പറയുക, എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലാണെങ്കിലും കൂടി എനിക്ക് സ്പിരിച്വലായിട്ട് ഭയങ്കര ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒരു പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങി. പണ്ട് ഇൻ്റർവ്യൂവിൽ ലെന പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പണ്ടും ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു, റേഡിയോ തരംഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് റിസീവ് ചെയ്യാൻ പറ്റിയ മോഡം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങിയത്. പലരും പറയും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ, പക്ഷേ അങ്ങനെ റിസീവ് ചെയ്യാനുള്ള മോഡമായി നമ്മൾ മാറണം. നമ്മൾ മോൾഡായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ റിസീവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് എല്ലാവിധ നന്മകളും നൽകിയ എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തുതിയും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആൾത്താരയുടെ മുമ്പിൽ, കൃപാസന മാതാവിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ പറഞ്ഞ ഈ ഒരു വേദിയിൽ എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ലഭിച്ച കൃപയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു, പരിശുദ്ധ മാതാവിനും നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ വരുന്നത് ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിൽ എൻ്റെ പേര് തോമസ്, ഇത് എൻ്റെ ഭാര്യ ലിസിയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കൃപാസന മാതാവിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന അനേകം അത്ഭുതങ്ങളെ പറ്റിയും നിറയെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് കോൺട്രാക്റ്റ് ബിസിനസ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിലൂടെ അകത്ത് വരുന്ന സർവീസസ് വർക്കുകൾ കോൺട്രാക്റ്റ് മാതിരി എടുത്ത് ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ മധുരയ്ക്ക് വരികയും അവിടെ ഒരു കോൺട്രാക്റ്റ് എടുക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ നമുക്ക് വന്ന് പേയ്മെൻറ്റുകൾ അവർ വന്നിട്ട് പാർട്ട് പേയ്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ റണ്ണിങ് ബിൽ എന്ന് പറയും, അതുപോലെയാണ് തന്നുകൊണ്ടിരുന്നത്. പ്രോജക്റ്റ് തീരുന്ന സമയമായപ്പോഴത്തേക്കും പേയ്മെൻറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വലിയ ഡിലേ ആയി. അവർക്കാണെങ്കിൽ അവരുടെ പ്രോജക്റ്റ് തീർത്തു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോജക്റ്റ് തീരുകയും നമ്മളോട് തരാനുള്ള പൈസ അവിടെ തന്നെ നിന്നു പോവുകയും ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾക്കെല്ലാം ഇത് ബാധിക്കുമായിരുന്നു. ഫണ്ടിൻ്റെ ഒരു പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിട്ട് കൃപാസന മാതാവിനെ പറ്റി കേൾക്കുന്നതും ഓൺലൈനായിട്ട് തന്നെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇവിടെ വരികയും ഇവിടെ നിന്ന് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം 1 മാസത്തിനകം, ഏകദേശം 1 വർഷമായിട്ട് ഞങ്ങൾ വന്നിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി വളരെ പറ്റുന്ന രീതിയിൽ ശ്രമിച്ചുവെങ്കിലും ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം 1 മാസത്തിനകത്ത് തന്നെ വളരെ ചുരുങ്ങിയ സമയങ്ങളോട് തന്നെ ഞങ്ങൾക്ക് വന്ന് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൺ വരികയും അവിടുന്ന് ഞങ്ങളെ ഒരു ഡിസ്കഷന് വിളിക്കുകയും ചെയ്തു. ആ ഡിസ്കഷൻ നമ്മൾ ഉടനെ പോവുകയും അവിടുന്ന് വന്നിട്ട് അനുകൂലമായ ഒരു മറുപടി തരികയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തരാനുള്ള പൈസ മുഴുവൻ അവർ വന്ന് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഏകദേശം ഒരു 4-5 മാസങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് GST എന്നൊരു നോട്ടീസ് വന്നിരുന്നു. ഈ നോട്ടീസിൽ വലിയൊരു തുകയായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഈ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു, ഈ GST പ്രശ്നത്തിൽ നിന്ന് അതിനുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ലഘൂകരിച്ച് തരണമെന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ആ GST അവർ പറയുന്ന എമൗണ്ടിൽ വളരെ ചെറിയ ഒരു എമൗണ്ടായിട്ട് ഏകദേശം 50% ആ എമൗണ്ട് കുറയ്ക്കുകയും ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു സെറ്റിൽമെൻറ്റ് വരികയും ചെയ്തു. മൂന്നാമത്തെ ഒരു കാര്യം എൻ്റെ വൈഫിനാണ് പറയാനുള്ളത്. അവളുടെ കണ്ണിന് ഒരു തിമിരം വരികയും അതിന് ഡോക്ടർ അടുത്ത് പോവുകയും അതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അത് അവൾ തന്നെ പറയും. ആദ്യമായി ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് മാതാവ് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാൻ പോകുന്നത്.
ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നന്നായി മങ്ങിപ്പോവുകയും വായിക്കാൻ പറ്റുന്നില്ല, ശരിക്കും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഞങ്ങൾ പോയി ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിനകത്ത് തിമിരമാണ്, അതുകൊണ്ടാണ് കാഴ്ച കുറഞ്ഞു പോയത്, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പം ഞാൻ കണ്ണാടിക്ക് എഴുതി തരാം, ഇപ്പോൾ കണ്ണാടി വയ്ക്കുക, 6 മാസം കഴിഞ്ഞ് വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ആ വിശുദ്ധ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ കൺപോളകളിൽ ആ തൈലം വെച്ച് കുരിശ് വരച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ഓപ്പറേഷൻ കൂടാതെ ഇതൊന്ന് മാറ്റി തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം ഞാൻ ആ തൈലം പുരട്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കണ്ണിൽ കൂടെ പെട്ടെന്ന് വെള്ളം വരാൻ തുടങ്ങി. 1-2 ദിവസം ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കൂടി വന്ന് നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറെ കിട്ടിയില്ല. അതിനേക്കാൾ സീനിയറായ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണിച്ചു. അപ്പോൾ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കണ്ണിൽ ചെറിയൊരു ഇൻഫെക്ഷനാണ്, അതിന് ഡ്രോപ്സ് ഒഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഡ്രോപ്സിന് എഴുതി തന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എൻ്റെ കണ്ണിൽ തിമിരമുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, തിമിരത്തിൻ്റെ ഒന്നും കാണുന്നില്ല, വിഷനൊക്കെ നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അന്ന് ഡോക്ടർ പറഞ്ഞു ഇതിന് കുഴപ്പമുണ്ടെന്ന്, ഇപ്പോൾ ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല എന്ന്. ഞാൻ വിചാരിച്ചു ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോകണമല്ലോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഡോക്ടറോട് ചോദിക്കാമെന്ന് കരുതി. പിന്നെ വീണ്ടും ചെന്ന് ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കണ്ണിൽ തിമിരം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, തിമിരമൊന്നും കാണുന്നില്ല, കണ്ണെല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുഴപ്പമുണ്ട്, അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് മെഷീനൊക്കെ എടുത്ത് വെച്ച് വീണ്ടും ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറഞ്ഞു കണ്ണിലൊരു കുഴപ്പവുമില്ല, ഒരു മരുന്നിൻ്റെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ദൈവമാതാവിൻ്റെ ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. അതുകൂടാതെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഞാൻ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും ഓൺലൈനായിട്ട് കൂടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ധ്യാനം കഴിഞ്ഞ് അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായിരുന്നു പ്രാർത്ഥിക്കാം, ഈ സമയം മാതാവും ഈശോയും ഈ ആൾത്താരിൽ എഴുന്നള്ളി നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലത്ത് നിന്ന് ഈ പണി ചെയ്ത് കൊടുത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു 10 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു. അത് 5-8 മാസങ്ങളായ പൈസയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് മാതാവ് കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, ഈ നിമിഷം മാതാവ് ആ ഓണറുടെ അടുത്ത് കടന്നു ചെന്ന് ഞങ്ങൾക്ക് ഈ പൈസ ഇന്ന് തന്നെ വാങ്ങിത്തരണം, ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി അവിടുന്ന് ഒരു ഫോൺ ഞങ്ങൾക്ക് വരണം. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ 1:45 ധ്യാനം കഴിഞ്ഞു. അതിനുശേഷം 4 മണിയായപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ഫോൺ വന്നു, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഓഫീസിൽ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നപ്പോൾ ആ ഓണർ ഈ പൈസയുമായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ ആ പൈസ മുഴുവനായും തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. ഇത് സഞ്ചാരി മാതാവ് ചെയ്ത ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിനായി അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. അടുത്തായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷിത ജീവിതം. ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം. ഞങ്ങൾ ചെന്നൈ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൃപാസന പത്രം വന്നിട്ട് 3 ലാംഗ്വേജിലാണ് ഞങ്ങൾ മേടിക്കാറ്. ഇംഗ്ലീഷും മേടിക്കും, തമിഴും മേടിക്കും, മലയാളം മേടിക്കും. ഇത് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷിലുള്ള ഇത് കൊടുക്കും, അതുപോലെ തന്നെ തമിഴും മലയാളം സംസാരിക്കുന്നവർക്ക് അത് ആ രീതിയിൽ കൊടുക്കും. ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം പത്രം തീർന്നു പോകുമ്പോൾ ഞങ്ങൾ പോസ്റ്റൽ വഴി പത്രം മേടിക്കുകയും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ അനാഥ ഇല്ലങ്ങൾ നമ്മൾ അവിടെ ഉണ്ട്. 2-3 അനാഥ ഇല്ലങ്ങളായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു കാര്യമാണ്. ഇവിടെ കൃപാസന പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ജപമാല ചൊല്ലാനും ഒരു ദിവസം പോലും വിടാതെ പ്രാർത്ഥിക്കുവാനും, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുന്നതിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ബൈബിളിനെ പറ്റി എനിക്ക് നല്ലോണം എല്ലാം അറിയാമെന്നായിരുന്നു.
പക്ഷേ ഇവിടുന്ന് ബൈബിൾ വായിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയ ശേഷം മനസ്സിലായി നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് പഠിക്കാനോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാനുള്ള ഒരു പ്രചോദനം ഇവിടുന്ന് കിട്ടി. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കുർബാന കുമ്പസാരം അതുപോലെ തന്നെ അതൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളെ കരുതുന്നു. കാരണം അതുവരെയൊന്ന് കുർബാനയ്ക്ക് പോകണം അല്ലെങ്കിൽ കുമ്പസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ അത്ര നിർദ്ദിഷ്ടമൊന്നും ഇല്ലായിരുന്നു. എപ്പോൾ സാധിക്കും അപ്പോൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് അന്വേഷിച്ച് എവിടെ കുർബാന സമയങ്ങളൊന്നും നഷ്ടപ്പെടും. പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതിൽ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഹണി. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദിയ. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വഴിയാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് ചെറുതിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും തലവേദനയും തലകറക്കുമൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ കണ്ണിൻ്റെ ഡോക്ടർ വന്നപ്പോൾ അവളെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു മോൾക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവൾ ഒരു കണ്ണിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 99% ഉള്ള കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ മോളെന്നോട് പറഞ്ഞു എൻ്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, അമ്മയൊന്ന് ഊതി തരാൻ പറഞ്ഞു. ഞാൻ ഇവളുടെ കണ്ണിലൊന്ന് ഊതിക്കൊടുത്തു. പിന്നെ ഇപ്പോൾ ഭയങ്കരമായി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു കരയണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് പിന്നെ മാതാവ് കാഴ്ച തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു എനിക്ക് ഈശോയെയും മാതാവിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടീൻ്റെ കണ്ണിന് 99% കാഴ്ച പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു കണ്ണിൽ എക്സസൈസ് തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റേ കണ്ണിൽ കൊണ്ട് മാത്രം അവൾ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു കണ്ണിൽ കൂടി മാത്രമേ അവൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഇപ്പം ഞങ്ങളെ എല്ലാവരെയും വ്യക്തമായിട്ട് അവൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു സാക്ഷ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവൾ തന്നെ പറയും. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നുണ്ട്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് സഹായിക്കുന്ന വിധത്തിൽ എന്നെ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് ദിയ. ഞാൻ 7th പഠിക്കുന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റും ഹിന്ദിയും ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഞാൻ രൂപക്കൂടിൻ്റെ അടുത്ത് പോയി ഞാൻ മാതാവിനോട് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്, എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞ് ഒരു തീപ്പാളം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിന്ന് പോയായിരുന്നു. ഞാൻ വേഗം വാതിൽ തുറന്നു എൻ്റെ അനിയന് ഞാൻ പറഞ്ഞു. എൻ്റെ അനിയന് വേഗം പേടിച്ചു പോയി. പിന്നെ അമ്മേനെ വിളിച്ചു. അമ്മ വന്നു. അമ്മ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു.
ഞാൻ മാതാവിനെ കണ്ടത് മാതാവിൻ്റെ ഇവിടെ ഇരിക്കുന്ന ആ രൂപമല്ല. മാതാവിനെ പോലെ തന്നെയായിരുന്നു, പക്ഷേ ഡ്രസ്സിന് ഈ കളറല്ലായിരുന്നു, ഒരു റോസും വൈറ്റും ഒക്കെ ആയിരുന്ന ഒരു കളറായിരുന്നു. ഞാനങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി. പിന്നെ ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. 25-ൽ 25, 24 അങ്ങനെയായിരുന്നു. സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ മാർക്ക് ഉണ്ടായത്. അമ്മ മാതാവിന് ഈശോക്ക് ഞാൻ നന്ദി പറയുന്നു. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന 4മതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാവരുടെ മുമ്പിൽ ഞാൻ സന്തോഷപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് മരിയ തങ്കം. ഇതെൻ്റെ മകനാണ് അഖിൽ ഡേവിഡ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ഫറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കെൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ പറയുന്നത്, എനിക്ക് 32 വർഷം കൊണ്ട് എൻ്റെ 2 കാൽപാദങ്ങളിലും എക്സിമോ പോലുള്ള ചൊറിഞ്ഞു പൊട്ടൽ ഒലിച്ച് വളരെ അസഹനീയമായി, വളരെ ദുസ്സഹനീയമായ വേദന അനുഭവിക്കുകയായിരുന്നു. എപ്പോഴും ഡോക്ടറെ കണ്ട് ഹൈ ഡോസ് മരുന്നുകളൊക്കെ കഴിച്ച് അപ്പോൾ 2 ദിവസത്തേക്കൊരു പ്രയാസം മാറി നിൽക്കും, വീണ്ടും പഴയ വഴി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ രോഗത്തിന് കീഴടങ്ങേണ്ടി വരികയും അങ്ങനെ എനിക്ക് ഈശോയും അമ്മയും നല്ല സൗഖ്യം തന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുമ്പോഴും ഈ ഹൈ ഡോസ് മരുന്ന് കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അവസാനം ഈ രോഗം കയറി മൂർധന്യ അവസ്ഥയിലായി. യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരിടവും പറ്റുന്നില്ല, വളരെ നീറ്റലാണ്. ഈ നീറ്റൽ കൊണ്ട് ഞാൻ റോഡേ ഇറങ്ങി ഓടി, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, മാതാവേ, എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ടൊരു അവസരം ഒരുക്കി തരണം. പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകരുത് എന്ന് ഞാൻ കരഞ്ഞ്, എൻ്റെ ഇടവക വെച്ച് തന്നെയാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് ഞാനിങ്ങനെ റോഡേ ഓടെയാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആ സമയത്ത് മാതാവ് ഒരു ബോട്ടിൽ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഒരു ബോട്ടിൽ ഉപ്പ് വച്ച് നീട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും ഉടമ്പടിയിലൂടെയുള്ള തേനും ഉടമ്പടി തൈലവും ഞാൻ ശരീരത്തും ഉള്ളിലും സേവിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഉപ്പ് എന്ന് ചോദിച്ചു. ഈ വളരെ ദുസ്സഹനീയമായ ആ 2 കാലുകളിലും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉപ്പ് വാരിയിടും, എന്നിട്ട് ഒരു മാറ്റവുമില്ല. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉപ്പ് തന്നത് വെള്ളത്തിൽ ലയിച്ചിട്ട് അലിയിച്ച് കാലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഉപ്പ് ഞാൻ ലേശം കുളി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ 2 കാലിലും ഈ ഉപ്പ് ഞാനെടുത്ത് അങ്ങ് ഒഴിക്കുമായിരുന്നു, അലിയിച്ച ഉപ്പ്. 4 ദിവസം ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചു. 5ൻ്റെ അന്ന് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല. അവിടെ എല്ലാം പതുക്കെ സൗഖ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും ഞാൻ ഈ ഉപ്പ്, ആ ഒരു ബോട്ടിൽ ഉപ്പും തീരുന്നത് വരെ ഞാൻ ഉപയോഗിക്കുകയും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. കാലിൽ ഓട്ടം തന്നെയാണ്. ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ഓട്ടം തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയ ഈ ഉടമ്പടി ജീവിതത്തിലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അതിർത്തിയിൽ തന്നെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ അതിരിൻ്റെ 2 വശവും കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലമാണ്. വലിയ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ഈ മരം വന്ന് വീഴുന്നത് ഞങ്ങളുടെ വീടിന് മുകളിലൂടെ ആയിരിക്കും. വളരെയധികം ഭയമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ആ ഉടമസ്ഥരോട് വിളിച്ച് പറയുമായിരുന്നു, ഈ മരം ഒന്ന് മുറിച്ച് തരാനായിട്ട് സാധിക്കുമോ? നമുക്ക് തർക്കമില്ല, പ്രശ്നമില്ല, നിങ്ങളുടേത് തന്നെയാണ് മരം, നിങ്ങൾക്കൊന്ന് മുറിച്ച് മാറ്റാമോ? നാളെ ഒരു സമയം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട് നിങ്ങളെ ഇട്ടിരിക്കില്ല, അതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ആ സ്ഥലവും വീടും കൂടെ തരികയാണെങ്കിൽ ഞാൻ എടുക്കാം. പിന്നെ ഫോൺ ചെയ്താലും എടുക്കത്തില്ല. 5 വർഷം ഞാനിങ്ങനെ കൂടെ ഫോൺ ചെയ്യും, അയാൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവസാനം ഒരു ദിവസം ഞാൻ മാതാവിനോട് തന്നെയാണ് ഒരു വൈകിയ നിമിഷം ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു വലിയ പ്രതിസന്ധി എന്തെങ്കിലും വന്ന്
ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാൽ അതിന് മാതാവ് തന്നെയാണ് അതിൻ്റെ പരിരക്ഷ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ടത്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഈ പ്രശ്നം തരികയാണ്, അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ് ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആരും കണ്ടില്ല, ഞാനും എൻ്റെ മകനുമായിട്ട് ഉപ്പ് കൊണ്ട് ഇടുകയും ചെയ്തു. 5-ാമത്തെ ദിവസമായപ്പോൾ ഒരു 9:30 സമയം വൈകുന്നേരം ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നു. ഞാൻ എടുത്തു. ആരാണ്? അപ്പോൾ ഞാൻ ഇന്നയാളാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി വൈകിട്ട്? അപ്പോൾ പറയുന്നു, ചേച്ചി ഞങ്ങൾ നാളെ രാവിലെ മരം മുറിക്കാൻ വരും, ചേച്ചി വീട്ടിൽ കാണുമോ എന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കാണും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അവർ ബന്ധക്കോസ്ത സഹോദരങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഈ വിഷയം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാണ്, ആഹാ അങ്ങനെയാണോ എന്ന്. അപ്പോൾ എനിക്കതും വലിയ സന്തോഷമായി. മരം മുറിക്കാൻ രാവിലെ വന്നു, ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു, അവർ മുറിച്ചിട്ട് പോവുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ ബാങ്കിൽ എനിക്കൊരു ചെറിയ ബാധ്യതയുണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി മാത്രമേ എനിക്ക് ആ ലോണ് അടയ്ക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ ബാങ്കിൽ 20-ാം തീയതി തന്നെ അടയ്ക്കണം. എനിക്ക് സാധിക്കില്ല. അവസാനം ഇങ്ങനെയുള്ള ഒരു വലിയ പെൻഡിങ് തുക ഇങ്ങനെ വരികയുണ്ടായി. ഈ തുകയ്ക്ക് വേണ്ടിയിട്ട്, ചെറിയ തുകയേ ഉള്ളൂ, എല്ലാ ദിവസവും ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വരും. ഞാൻ എവിടെ പോയാലും അവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഭയങ്കര ശല്യമായി തീർന്നു. ഞാൻ പറഞ്ഞു ഇത്രയും തുകയ്ക്ക് നിങ്ങളിങ്ങനെ വീടുകളിൽ എന്നും കയറി ഓടണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ചുമതലയല്ലേ, ഞങ്ങളുടെ ധർമ്മമല്ലേ, ഞങ്ങൾക്കത് ചെയ്തേ മതിയാകുമെന്ന്. പ്രൈവറ്റ് ബാങ്കുകളാണ്, അവരതുകൊണ്ട് ഓടും, കുഴപ്പമില്ല. പക്ഷേ ഈ ലോണ് തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് അടയ്ക്കാൻ വേണ്ടി പലരെയും സമീപിച്ചു. ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ 2-3 ദിവസം എനിക്ക് ടൈം തന്നു. ഈ സമയത്ത് ഞാൻ പലരോടും ആവശ്യപ്പെട്ടു, കിട്ടിയില്ല. ആ ഡേറ്റിൻ്റെ അന്ന് ബാങ്കിലെ മാനേജർ എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്ത് പറ്റി, നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, മാനേജറിന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടാകില്ല, എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും മാത്രമേ സഹായിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് പറ്റില്ല മാഡം, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. ഉടനെ അവർ സന്തോഷത്തോട്, ഞാൻ പറഞ്ഞു എന്നെ ഒരു 100 വഴക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. അവർ സന്തോഷത്തോടെ പറയുകയാണ്, മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും അഡ്വാൻസ് ചെയ്യാമെന്ന്, 1-ാം തീയതി ആകുമ്പോൾ പൈസ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ എന്നും നന്ദി. 1, 2, 3 സാക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴും അതിനെല്ലാം ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈശോ അമ്മ ലോകത്തിന് കൈമാറിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ഇന്നും അത് കൃത്യമായിട്ട് മെനഞ്ഞെന്നായിരുന്നു അവർ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. 1-ാം തീയതി ആകുമ്പോൾ ഞാനും എൻ്റെ മകനും കൂടെ അവരുടെ വീട്ടിൽ പാറശാല കൊണ്ടുപോയിട്ട് ഈ ക്യാഷ് അങ്ങ് കൊടുക്കും. എന്നെ വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു ഇത്. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ അമ്മയെ വളരെയധികം ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഈ ജീവിത ക്ലേശങ്ങളിൽ എന്നെ ഒത്തിരിയേറെ അമ്മ സഹായിക്കുന്നത് ഒരു കൈ നീട്ടി ഒരു വഴി എനിക്ക് തുറന്നു തന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനുദാഹരണം എന്ന് പറയുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നയിക്കുന്ന മരിയൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷ കണ്ടിട്ട് അടുത്ത തിങ്കൾ വരെ എല്ലാ ദിവസവും ഈ സെയിം ധ്യാനം ഞാൻ കേൾക്കും. എല്ലാ ദിവസവും കേട്ട് ധ്യാനത്തിലൂടെ എനിക്ക് തീക്ഷ്ണതയിലൂടെ വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതെനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ചയാണ് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു സ്കൂൾ ഓഫ് ഡാൻസ് അല്ല, സ്കൂൾ ഓഫ് മ്യൂസിക്കും അല്ല, ഇതൊരു സ്കൂൾ ഓഫ് ഗോഡാണ്. അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഗോഡിലൂടെ എനിക്കൊത്തിരിയേറെ എൻ്റെ പുറമേയുള്ള രംഗങ്ങളിലും എൻ്റെ ഇൻറ്റേർണൽ രംഗങ്ങളിലും എക്സ്റ്റേണൽ രംഗങ്ങളിലും എന്നെ ഒത്തിരിയേറെ കൈപിടിച്ച് സ്വാധീനിക്കുകയാണ്. ഈ വളർച്ചയെന്ന് പറയുമ്പോൾ ഏത് വചനം കേട്ടാലും, അതായത് ഈ ധ്യാനങ്ങളിലൂടെ കേട്ട് എല്ലാ വചനവും എന്നെ
ശരിക്കും ഫീൽ ചെയ്യുന്ന വചനങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി സൂക്ഷിച്ച് കാണാതെ പഠിക്കാം അന്നു തന്നെ. എല്ലാ ദിവസവും ഒരു 150-ൽ പരം വചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എടുത്ത് പറയും. പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ഒരിടവും പോകാനായിട്ട് സാധിക്കില്ല. അത്രയും ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. അതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും. ആരാണെന്ന് ചോദിച്ചാൽ ഈശോയാണ്. ഈശോയുടെ ആ നല്ല വേഷത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ 2 കാൽപാദത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈശോ ഇങ്ങോട്ട് എൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത്. എനിക്കിന്നും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അമ്മയെ ലോകത്തിന് കൈമാറിക്കൊണ്ട് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ആത്മീയപരമായിട്ട് എനിക്ക് കുറേ സ്ട്രഗിൾ ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിരുന്നു. ആ ടൈമിൽ എനിക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമാണ് നിലനിന്നത്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എല്ലാവരും 2-3 പേരും എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നു. എന്നും വിഷമം വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകത്തില്ല, വീടിൻ്റെ അകത്ത് തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സമയത്ത് മമ്മി പുറത്ത് പള്ളിയിൽ വരുന്ന 2-3 അങ്കിൾമാരെടുത്ത് അവരുടെ വിഷമം പറയുമ്പോൾ അവർ പറയും ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അവർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു നാൾ 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച സമയത്ത് ഒരു 1 hour എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ അവരോട് ഷെയർ ചെയ്തു എൻ്റെ പ്രോബ്ലംസ്. ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരും പറയുന്ന അനുസരിച്ച് ഞാൻ 2022 ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ, പത്രം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ, ഈ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ, ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എനിക്കിത് പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴും എനിക്കിത് സെയിം പ്രശ്നങ്ങളായിട്ടാണ് വീണ്ടും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം ഇവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഇവർ വീണ്ടും പറയുന്നത് ഉടമ്പടി എടുക്കുന്ന. അങ്ങനെ ഞാൻ കരുതി ഞാൻ പല മറ്റു മാർഗ്ഗങ്ങളിലും പോയിട്ടുണ്ട് ഈ വിഷയം ഒന്ന് മാറാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നാൾ തന്നെ നൈറ്റ് എനിക്ക് ഉറങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നല്ല സ്മൈലിംഗ് ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആ നടന്ന സമയത്ത് എൻ്റെ അസ്വസ്ഥത ഒരു 5 minutes പെട്ടെന്ന് മാറിപ്പോയി. ഈ മാറ്റം എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് ഞാൻ മമ്മിയുടെ ഷെയർ ചെയ്തു, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ ഷെയർ ചെയ്തു. അവർ പറയുന്നത് നീ ഉടമ്പടിയിൽ നന്നായിട്ട് വിശ്വസിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ മുമ്പോട്ട് പോയതിന് ശേഷം ആ സെയിം പ്രശ്നങ്ങൾ വീണ്ടും എനിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവിടെ വന്നിട്ടും കാര്യമില്ലല്ലോ, ഒരു രക്ഷയും കിട്ടുന്നില്ലല്ലോ എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഞാൻ ഈ ഫോളോ അപ്പ് ലേശം പിന്നിലേക്കാക്കി. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെ പ്രേയറിന് വിളിച്ചു. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ഉടമ്പടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞ് എനിക്കിപ്പം ന്യൂസ് പേപ്പറൊന്നും കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മുടക്കരുത്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു നീ പുതുക്കി ഒരു 2-3 പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് എന്തായാലും മറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കിയോണ്ട് ഇതും കൂടെ അവസാനമായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ അതും നോക്കിയ സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ പുതുക്കിയ സമയത്ത് എൻ്റെ പ്രോബ്ലംസിൽ ഒരു 85% ചേഞ്ച് ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വീടിൻ്റെ പുറത്തിറങ്ങുന്നത്. ഇതുവരെ ഞാൻ ഈ പ്രശ്നം കാരണം വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ ചെറുപ്പം മുതൽ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും 2nd ടൈം പുതുക്കി, ഇപ്പം 3rd ടൈം പുതുക്കി. എനിക്കിപ്പം ഈ 3rd ടൈമിൽ വെച്ച് എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഒരു വിഷയവുമില്ല. ഇപ്പം ഞാൻ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്, പല പാർട്ടീസിലും പോകുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം പോകുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയും യേശുവിനും തന്ന രക്ഷയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എൻ്റെ ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ അറിയത്തില്ല. ചെറിയ പൈശാചികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിയിരുന്നത്. അപ്പം ഈ പ്രശ്നങ്ങൾ മുഖാന്തരമാണ് എനിക്കിവിടെ പോകാൻ സാധിക്കാത്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഒരു സമയത്ത് ഞാൻ ബൈബിൾ സഹിതം എടുത്തെറിഞ്ഞിട്ടുണ്ട്, ജപമാല പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത സമയത്തൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ പള്ളിയിൽ പോകുന്നതിന് 2 ദിവസത്തിന് മുന്നേ ഈ ഒരു അച്ഛൻ എന്നെ വന്ന് കണ്ടായിരുന്നു. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ കണ്ട സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചു നീ ആലപ്പുഴ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് എടുത്തച്ഛാ എങ്ങനെയാണ് അവിടെ പോകാൻ സാധിച്ചതെന്ന് ഉടമ്പടി എടുത്തതെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയുണ്ട് മോനെ ചേഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എനിക്കിപ്പോൾ ഇത്ര നല്ല ചേഞ്ചുണ്ട്. ഞാൻ പള്ളിയിലെന്ന് ആദ്യമായിട്ട് ഞാൻ പോയ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെ ഇതുവരെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്.
അങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രെയർ ഗ്രൂപ്പിലുണ്ട്, ചർച്ചിൻ്റെ കാര്യങ്ങളിലെല്ലാം നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഇപ്പം ഫുൾ ഹാപ്പി ആയിട്ട് സന്തോഷം മുമ്പോട്ട് പോകുന്നു. ഈ തന്ന അനുഗ്രഹത്തിന് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 1 കോടി നന്ദി. എൻ്റെ പേര് റിൻസി. ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ന്യൂസിലൻഡിലേക്ക് എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂസിലൻഡിൽ പോയി ക്യാപ്പ് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായതിനു ശേഷമാണ് നഴ്സുമാർക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം വരെ. അപ്പം ഞാൻ മെയ്യിൽ ക്യാപ്പ് ചെയ്തു വന്നു. ജൂൺ ആയപ്പോൾ എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി. ജൂലൈ ഓഗസ്റ്റ് 2 മാസം ഫുള്ള് ഞാനിരുന്ന് അപ്ലൈ ചെയ്തു, ഒരു മിനിറ്റ് പോലും കളയാതെ. കാരണം എൻ്റെ പിള്ളേർക്ക് സ്കൂൾ അവധിയായിരുന്നു. ഫുള്ള് ഡ്യൂട്ടി കഴിഞ്ഞ് വരും, അപ്ലൈ ചെയ്യും, നൈറ്റ് ഫുള്ളിരുന്ന് അപ്ലൈ ചെയ്യും, ഏർലി മോർണിംഗ് എഴുന്നേറ്റിരുന്ന് അപ്ലൈ ചെയ്യും. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല. അങ്ങനെ സെപ്റ്റംബറായി, എൻ്റെ പിള്ളേർക്ക് സ്കൂൾ തുറന്നു, എനിക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചീനെ അനിയത്തിനെ ഞാൻ വിളിച്ച് ഞാൻ ഡെയിലി കരയും, എനിക്ക് ഒന്നും ശരിയാകുന്നില്ല, ഈശോയ്ക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നു, മാതാവിന് എന്നെ വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് ചേച്ചി പറയും, നീ നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു 100 പ്രാവശ്യം ഇരുന്ന് ചൊല്ല്, നിനക്ക് അനുഗ്രഹം കിട്ടും. കൃപാസനം പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിനക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹം കിട്ടും. അങ്ങനെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു തുടങ്ങി, കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു തുടങ്ങി. അനുജത്തിയും പറഞ്ഞു, ചേച്ചിയെ അറിയാവുന്ന അനു എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്, വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളാണ്. ഗ്രൂപ്പിൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡായി വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം ഓഗസ്റ്റിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്ത ഒരു എംപ്ലോയർ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവരോട് ഒന്നും കൂടി ഒക്ടോബർ മാസത്തിൽ ഞാൻ അവരോട് ഒന്നും കൂടി ഞാൻ ചോദിക്കുകയാണ്, എനി അപ്ഡേറ്റ്? അവർ പറഞ്ഞു ഒന്നുമില്ല. ഒക്ടോബർ 28 ഒരു അപ്ഡേറ്റും വരാഞ്ഞപ്പം ഞാൻ ഒന്നും കൂടി മെസ്സേജ് ചെയ്തു, എനി അപ്ഡേറ്റ്? ഒന്നുമില്ല. അപ്പം അങ്ങനെ നവംബർ 5 എനിക്കൊരു അവധി ദിവസമായിരുന്നു. അപ്പം ഞാൻ നവംബർ 5-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ തുറന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഇൻ്റർവ്യൂ അവിടെ നിന്ന് വന്ന് കിടക്കുകയാണ്. ആ സെയിം എംപ്ലോയറിന് തന്നെ, നിൻ്റെ CV ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ എന്നാണ് ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, സെപ്റ്റംബർ 28-ാം തീയതി എല്ലാവരുടെയും പ്രേരണ പ്രകാരം, എൻ്റെ ചേച്ചിയുടെയും അനിയത്തിയുടെയും നല്ലവരായ ഫ്രണ്ട്സിൻ്റെയും പ്രേരണ പ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. മാതാവിനോട് പ്രാർത്ഥിക്കാനും തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. പിന്നെ സമയം ചിലപ്പോൾ പിള്ളേരുടെ സ്കൂളിൽ പോകാനുള്ള സമയവും രാവിലത്തെ കുക്കിങ്ങിൻ്റെ സമയവും ഒക്കെ എനിക്ക് പറ്റുന്നില്ലാത്ത സമയത്ത് ഞാൻ ഇച്ചിരി നീട്ടിവെച്ചാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലി എനിക്ക് ഒക്ടോബർ നവംബർ 5 എനിക്ക് വരുവാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ നവംബർ 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നെക്സ്റ്റ് ട്യൂസ്ഡേ ഞാൻ ഇവിടുത്തെ ധ്യാനം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ എന്നോട് പറയുവാണ്, യു പാസ്ഡ്, യു ആർ സെലക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ഒരു ഇതും വരുന്നില്ല, ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ അനുചേച്ചിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ പറയുമായിരുന്നു, എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, പക്ഷേ എനിക്ക് ഒരു അപ്ഡേറ്റും കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, വിശ്വാസം വെടിയരുത്, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസം കുറയുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടുത്തെ സാക്ഷ്യം എടുത്ത് കേൾക്കാൻ തുടങ്ങി. 1, 2, ചിലപ്പോൾ ഞാൻ 3 സാക്ഷ്യം വരെയും കേട്ട ദിവസങ്ങളുണ്ട്. അച്ഛൻ്റെ പഴയ വീഡിയോകൾ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച, വീണ്ടും അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായി. പേപ്പറുകൾ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസായി കിട്ടപ്പോഴും അവിടെ ഒരു തടസ്സമുണ്ട്. അവിടെ ഹോളിഡേ ആണ്. ഡിസംബർ ജനുവരി അവിടെ ഹോളിഡേ ആണ്. ജനുവരി 5 വരെ അവിടെ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, നീ ലക്കി ആണെങ്കിൽ ഹോളിഡേക്ക് മുമ്പ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയേക്കാന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മക്കളെ നോക്കാൻ വേണ്ടി അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് 3 മാസമാണ് റെസിഗ്നേഷൻ പീരീഡ്. അവിടെ എനിക്ക് പറയണം, 1 മന്തെങ്കിലും പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മാതാവ് ധൈര്യം തരുവാണ്, നീ റെസിഗ്നേഷൻ ഇട്ടോ, നിനക്ക് കിട്ടും എന്ന് എന്നോട് മാതാവ് ഉള്ളിൽ പറയുകയാണ്. അങ്ങനെ ഞാൻ 1 മന്ത് റെസിഗ്നേഷൻ ഇട്ടു. അപ്പോഴൊക്കെയും അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ മാനേജർ വരെയും എന്നോട് ചോദിച്ചു, നിനക്കിത് ഉറപ്പാണോ, നിനക്ക് വിസ വരുമെന്ന്. നീ വിസ വരുന്നതിൻ്റെ തലേദിവസം വന്ന് എന്നോട് ബൈ പറഞ്ഞാൽ മതി, എനിക്ക് ബൈ പോലും എനിക്ക് അതിനു മുമ്പ് പറയണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ജനുവരി അവരുടെ ഹോളിഡേ കഴിഞ്ഞ് അവർ 5th അവർ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് വീക്ക് എനിക്ക് വിസ വരുവാണ്. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അത് മാതാവിൻ്റെ ഒരു കൃപയാലെ മാത്രമാണ്. നോട്ട് ബൈ മൈ മെറിറ്റ്, ഇറ്റ് ബൈ ഗ്രേസ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് വിസയും കിട്ടി. അങ്ങനെ ഞാൻ നാളെ ന്യൂസിലൻഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ളത്, എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ OET എക്സാമിൻ്റെ വാലിഡിറ്റി 2 വർഷത്തിന് മുകളിലായിരുന്നു. അത് എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ OET എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എക്സാം PT എഴുതിയെടുക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് എഴുതിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും. അവിടെ ചെന്ന് ജോലിയും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പം എനിക്ക് ചിലപ്പോൾ എക്സാം പാസ്സാകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാനും എനിക്ക് ഡിലേ വരും എന്ന് ഞാൻ ഓർത്തു. അപ്പം എന്നോട് മാതാവ് പറയുകയാണ്, നീ പഠിക്കാൻ തുടങ്ങ്. അങ്ങനെ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ 1 വീക്കിലേക്ക് ഞാൻ ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുകയാണ്. അങ്ങനെ കോച്ചിങ് ക്ലാസ് ഞാൻ എടുത്തു. ഞാൻ ബുക്ക് ചെയ്തു, എക്സാമിന് ബുക്ക് ചെയ്ത സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മാതാവേ എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരാഴ്ച മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. മോക്ക് ടെസ്റ്റ് ഞാൻ 3 എണ്ണം ചെയ്തു, എങ്കിലും പാസിനുള്ള മാർക്ക് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്ത സമയത്തും ഞാൻ ബുക്ക് ചെയ്ത ഓൺലൈൻ പേപ്പറിലും സ്ക്രീനിലും തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. ഞാൻ എക്സാമിന് പോയി. ഫ്രൈഡേ ആയിരുന്നു എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂടെ തന്നെ എന്നെപ്പോലെ തന്നെ ജോലി കിട്ടാതെ നിൽക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ടിനോട്, എനിക്ക് സമയം ഉണ്ടായിരുന്നു, ഞാൻ ഒത്തിരി നേരത്തെയാണ് എക്സാം ഹാളിൽ ചെന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിതുപോലെ ജോലി കിട്ടി, നീയും കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുക്കണം. മാതാവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല, നമുക്ക് സാധ്യമല്ലാത്തത് മാതാവിന് സാധ്യമാണ് എന്ന് അവളോട് പറയുകയുണ്ടായി. അപ്പോൾ അവളും ഒത്തിരി സന്തോഷമായി എന്നോട് ചോദിച്ചു, ഓൺലൈൻ ഉടമ്പടി എങ്ങനെ എടുക്കുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, മാതാവ് എന്നെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. എക്സാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ പാസ്സായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ഇത്രയും വിശ്വാസമുണ്ട്, നീ പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മൺഡേ മോർണിംഗ് എനിക്ക് റിസൾട്ട് വരുവാണ്. എനിക്ക് പാസിംഗ് സ്കോർ 58 ആണ് വേണ്ടത്. പക്ഷേ എനിക്ക് 62 തന്ന് എന്നെ മാതാവ് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെയും എന്നെ മാതാവ് കൈപിടിച്ച് നടത്തി. അങ്ങനെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ കൊറിയറായിട്ട് പത്രം വരുത്തിച്ച് ഞാൻ പള്ളിയിൽ ഞാൻ ഫാമിലിയായിട്ട് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡുമായിട്ട് നിന്ന് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ശനിയാഴ്ചയും, അവിടെ ശനിയാഴ്ച ദിവസമാണ് മലയാളം മാസ്. അങ്ങനെ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും മലയാളം കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന അന്നെല്ലാം എല്ലാ ശനിയാഴ്ചയും മുടക്കാതെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ക്ഷമിക്കുവാനുള്ള ഒരു ശീലം പണ്ടേ കുറച്ചുണ്ട്. എന്നാലും ഈ ഉടമ്പടിക്ക് ശേഷം കൂടുതലായി ആൾക്കാരോട് ക്ഷമിക്കുവാനും, അതുപോലെ എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് വരുന്ന ആൾക്കാരോട് എനിക്കറിയാവുന്നതുപോലെ അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും, കൂടുതൽ അവരെ കരുതുവാനും അവരെല്ലാം എന്നോട് പറയാറുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിനോട് നിന്ന് പഠിച്ചാൽ മതി, ചേച്ചി പഠിപ്പിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുമെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ഹാപ്പി ആകാറുണ്ട്. ഞാൻ അപ്പോഴും എന്നോട് തന്നെ ഞാൻ പറയും, എൻ്റെ മെറിറ്റൊന്നും അല്ല ഇത് ഈശോ മാതാവിൻ്റെ ഗ്രേസ് ആണ് എന്ന് പറയും. ഞാൻ അവരോടും പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന രോഗികളെ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് നിങ്ങൾ നോക്കണം. പിന്നെ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുതെന്ന് എൻ്റെ ജൂനിയറായിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.
അതുപോലെ തന്നെ എൻ്റെ ഒരു കൊളീഗ് ഇതുപോലെ തന്നെ പ്രഗ്നൻസി 7th month ആയിരുന്നു. അപ്പം ഫ്ലൂയിഡ് ലോ ആയിട്ട് അവൾക്ക് അബോർഷൻ വേണോ എന്ന് പോലും ഡോക്ടർ ചോദിച്ച ഒരു സമയമുണ്ട്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവളോട് പറയുകയുണ്ടായി. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ലഭിച്ചു. നീ ഒരിക്കലും അബോർട്ട് ചെയ്യരുത് കുഞ്ഞിനെ, നീ ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പൂർണ്ണ വളർച്ചയിൽ ആ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവൾ 8th month കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ഡെലിവറി ഡേറ്റ് ആണ്. ഇപ്പം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് എനിക്ക് അവൾ തരുവാണ്, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു, നിനക്ക് പൂർണ്ണമായും ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുകയാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് അനുഗ്രഹം നൽകി. അതാണ് ഇതുവരെ എൻ്റെ സാക്ഷ്യം. ഈശോയ്ക്കും അമ്മ